കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞി ഉരൽ കാണുന്നത്. അതായത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുത്തിച്ചേച്ച് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി ഉരൽ. അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടില്ലേ കാണാൻ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന സമയത്താണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, അതായത് ഫൈബറാണ്. നമുക്ക് കൊണ്ട് നടക്കാൻ, കുട്ടികളുടെ കാലിലൊന്നും വീഴില്ല, അത് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന്മേൽ കളിച്ചിട്ടോ, അങ്ങനെ ഇടിച്ചൊക്കെ നോക്കി സൗണ്ട് ഇത് പൊട്ടിപ്പോകുമെന്നൊക്കെ അറിയാൻ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഡോട്ട് കാണുന്നില്ലേ, അത് പെയിൻ്റാണ്. പിന്നെ ഞാൻ വെറുതെ അതിൻ്റെ ആ ഒരു കോലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ചുരണ്ടി നോക്കിയ സമയത്ത് അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ആ ഒരു പൊടി. അങ്ങനെ ഞാൻ അതെൻ്റെ ഫ്രണ്ടിന് കാണിച്ചു കൊടുത്തിട്ടോ. സത്യം പറഞ്ഞാൽ അവളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ചതയ്ക്കുന്ന സമയത്ത് കണ്ടോ, ആ ഒരു ഉരളിൻ്റെ ഉൾഭാഗത്തും ആ ഡോട്ടും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഇതിൽ ഇടിച്ചു കുത്തിയിട്ട് ആ ഒരു പെയിൻറ് മുഴുവനും വയറ്റിലെത്തിയിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അവൾ വരെ ശ്രദ്ധിച്ചത്. കണ്ടില്ലേ, അത് നന്നായിട്ട് കയ്യിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്കിൻ്റെ മുകളിൽ വൈറ്റ് പെയിൻറ് സ്പ്രെഡ് ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ, കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടോ, കൈയിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു പെയിൻറ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ വയറ്റിനകത്തെത്തിയാൽ നമുക്ക് വയറുവേദനയോ മറ്റു അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം കയ്യിലുള്ള ആൾക്കാർ സ്ക്രബ്ബറോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ, എന്നിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യ കാലങ്ങളിലൊക്കെ കല്ലിൻ്റെ ഇങ്ങനത്തെ ചെറിയ ഉരലുകളായിരുന്നേ നമുക്ക് വാങ്ങാൻ കിട്ടിയിരുന്നത്. പിന്നെ അത് കല്ല് മാറിയിട്ട് പിന്നെ മരത്തിൻ്റെതായി. അതിനുശേഷം ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയതാണ് ഇതുപോലെ ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെതൊക്കെ. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ മോഡൽ വീടുകളിലേക്കൊക്കെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുള്ള ക്യൂട്ടായ ഐറ്റംസ് ആണല്ലോ നമ്മൾ പൊതുവേ വാങ്ങി വെക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഈ ഒരു സംഭവം ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടില്ലേ, അത് നമ്മൾ തൊടുമ്പം തന്നെ കയ്യിലൊക്കെ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലിട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ കുത്തിച്ചീക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ ഭക്ഷണത്തിലേക്ക് സ്പ്രെഡ് ആവാനും അതുവഴി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ഇന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ വാങ്ങുന്നതിന് മുന്നേ അതിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യസന്ധമായ ഒരു അഭിപ്രായം കമൻറ്റിൽ പറയണേ.